ബാലൻസ് ഷീറ്റ് കർഷകന് കിട്ടുന്നത് കണ്ണീരാണ്. കണ്ണീര്, ഉപ്പ് കലർന്ന ആ വിലാപങ്ങളൊക്കെയാണ് ആ കൃഷിഭൂമിയിൽ നിന്നും വിളയിച്ചെടുക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നമുക്ക് നിവൃത്തിയില്ല. അപ്പോൾ തീർച്ചയായും കർഷകരെയൊക്കെ തന്നെ നമ്മൾ മറന്നു കഴിഞ്ഞു. ഏതൊരു കാലത്ത് അതൊക്കെ വലിയ ചർച്ചയായി, പിന്നീട് ആരും മുഖം കൊടുക്കുന്നില്ല. എന്താണ് ഇതിൻ്റെ വാസ്തവമെന്ന് നേരിട്ട് കർഷകരിൽ നിന്ന് കൂടി നമുക്ക് പ്രതികരണമായി തേടാം. കൃഷ്ണപ്രസാദ് നടനും കർഷകനുമാണ്. ഒപ്പം സോണിച്ചൻ പുളിങ്കുന്ന് കർഷകനാണ്. പ്രസാദ് കൃഷിമന്ത്രിയെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം മാധ്യമപ്രവർത്തകൻ കർഷകനുമായ ശ്രീ എം ജയചന്ദ്രനും കൂടി നമ്മോടൊപ്പം ജോയിൻ ചെയ്യും. ശ്രീ കൃഷ്ണപ്രസാദ്, നമ്മൾ ഈ കർഷകരുടെ ദുരിതങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് മാതൃഭൂമി ന്യൂസ് ഇന്നത്തെ അവസ്ഥയിൽ ഒരുപാട് റിപ്പോർട്ടുകളായി ഇന്നത്തെ ഒരു ക്യാമ്പയിനായി അവതരിപ്പിക്കുന്നത്. കാരണം ഓരോ പരിശോധന ഓരോ മേഖലയിൽ നിന്നും ഓരോ മേഖലയിലെ കൃഷികൾ പരിശോധിക്കുമ്പോഴും അതിൻ്റെയൊക്കെ ബാലൻസ് ഷീറ്റ് ഞാൻ ആമുഖമായി പറഞ്ഞതുപോലെ തന്നെ കണ്ണീരാണ്. വളരെ നമുക്ക് അങ്ങേയറ്റത്തെ, കാരണം ഒരുപാട് പേര് കൃഷി ഉപേക്ഷിച്ച് പോകുന്ന കാര്യമാണ്. കൃഷ്ണപ്രസാദൊക്കെ എത്രയോ കാലങ്ങളായി കൃഷി ഒരു പാഷനാക്കിയും ഒരു ഉപജീവന മാർഗമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തിയാണ്. അപ്പോൾ ഈ പറയുന്നതൊക്കെ തികച്ചും യാഥാർത്ഥ്യങ്ങളാണോ? ഈ രോദനങ്ങൾക്കൊക്കെ അർത്ഥമുണ്ടോ? ശ്രീ കൃഷ്ണപ്രസാദ്, വേനലടുക്കുമ്പോഴും ഈ വേനൽ മഴയും വില്ലനായിട്ടൊക്കെ വരുമ്പോഴും. നമസ്കാരമുണ്ട്. നിങ്ങളുടെ റിപ്പോർട്ടിൽ പറഞ്ഞ പല കാര്യങ്ങളും വാസ്തവമാണെന്ന് നിങ്ങളുടെ ഒരു അന്വേഷണത്തിൽ അത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് കർഷകന് വിലയില്ലാത്ത ഒരു നാടായി നമ്മുടെ നാട് മാറുന്നു എന്നുള്ളത് വളരെ വേദനാജനകമാണ്. മറ്റുള്ള സംസ്ഥാനങ്ങളോ അല്ലെങ്കിൽ അന്യ രാജ്യത്തോ അവിടുത്തെ ഫസ്റ്റ് സിറ്റിസൺ എന്നാ പറയുന്നത്. ഇവിടെ കർഷകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളിപ്പം നമുക്കൊരു വായ്പ തരാൻ പോലും മടിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കൃഷിക്കാരൻ എന്ന് പറഞ്ഞ അവൻ ചെന്നിട്ട് എന്റെ വിളവെടുത്തിട്ട് ഞാൻ ആ പൈസ തിരിച്ചു തരാമെന്ന് പറഞ്ഞാൽ ഒരാളിന് പോലും വായ്പ കൊടുക്കില്ല. അത്ര മാത്രം ഒരു ആർക്കും വേണ്ടാത്ത ഒരു ഒരു വിഭാഗമായിട്ട് കർഷകൻ മാറിയിരിക്കുകയാണ്. അതിനകത്ത് നെൽകൃഷി ആയിക്കോട്ടെ, വാഴകൃഷി ആയിക്കോട്ടെ, ജനകൃഷി ആയിക്കോട്ടെ, കപ്പകൃഷി ആയിക്കോട്ടെ, ഏത് കൃഷിയിലും ആ ഒരു രീതിയിലേക്ക് മാറും. മുമ്പ് നിങ്ങളുടെ റിപ്പോർട്ടിൽ പറഞ്ഞു 9 ലക്ഷത്തിൽ കൂടുതൽ ഹെക്ടറില് കൃഷി ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പം 1.25 ലക്ഷം ഹെക്ടറിലേക്ക് മാറിയെങ്കിൽ നാളെ ഓരോ വർഷവും കഴിയുമ്പോൾ അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് എന്നെ പോലെ ഒരു വ്യക്തിക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്ന കാര്യമല്ല. അതുപോലെ മറ്റുള്ള ആൾക്കാർക്കും ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു പാടശേഖരോ അല്ലെങ്കിൽ ഒരു കൃഷിഭവനോ അല്ലെങ്കിൽ ഒരു കൃഷി ഓഫീസിനോ പറ്റത്തില്ല. എവിടെയാണ് പ്രശ്നം ശ്രീ കൃഷ്ണപ്രസാദ്? നമ്മളൊരു പ്രയോറിറ്റി ബേസിൽ നിശ്ചയിച്ചുകൊണ്ട് ഇതിനെ നമ്മൾ അടിസ്ഥാനമായി നേരത്തെ മുൻപൊക്കെ തന്നെ കഴിഞ്ഞ 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അന്നത്തെ കൃഷി വകുപ്പ് മന്ത്രി മുന്നോട്ട് വെച്ച ഒരു ആശയം ഉണ്ടായിരുന്നുവല്ലോ. കാരണം ഈ കൃഷി കൂടുതൽ ജനകീയമാക്കുക, തരിശ് നിലങ്ങൾ അല്ലെങ്കിൽ ഭൂമികളൊക്കെ തന്നെ കൃഷിക്ക് വേണ്ടി വിട്ടുകൊടുക്കുക. വലിയ പ്രോജക്റ്റായിട്ടൊക്കെ നമ്മൾ വിചാരിച്ചു കൊട്ടിഘോഷിക്കപ്പെട്ടു. പക്ഷേ അതിൻ്റെയൊക്കെ തുക എന്തായി? അതിൻ്റെയൊക്കെ അപ്ഡേഷൻ എന്തായി? കാണുന്നത് എന്താണ്? ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ കണക്കാണ്. എല്ലാവരും കൃഷി വിട്ട് പോവുകയാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ട് രജിസ്റ്റർ ചെയ്യപ്പെടുന്നില്ല? ഞങ്ങൾ റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് കൃഷി ഓഫീസുകളുണ്ട്, വലിയ വലിയ ഉദ്യോഗസ്ഥർ, വലിയ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്. പക്ഷേ ഇതെന്തുകൊണ്ട് നമുക്കിങ്ങനെ കർഷകന് കണ്ണീര് മാത്രം അവർക്ക് ബാക്കിയാകുന്നു? എവിടെയാണ് നമ്മൾ പിക്ക് ചെയ്യേണ്ട പ്രശ്നങ്ങൾ? എന്താണ് ഇവിടെ? ആയിരക്കണക്കിന് കോടി പൈസ നമ്മൾ ചെലവാക്കുന്നുണ്ട് കൃഷി വകുപ്പിന് വേണ്ടി. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളും എന്തിന് നല്ലൊരു സീഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പോലും ഏതാണ്ട് ഒരു 10-25 വർഷമായിട്ട് സാധിച്ചിട്ടുണ്ട്. ഏതാണ്ട് 4000 കോടി എന്നാണ് ഏതാണ്ട് ഒരു ചെറിയ കണക്കനുസരിച്ച് ഒരു വർഷം ഈ കൃഷി വകുപ്പിന്റെ പേരില് ഈ ശമ്പളവും മറ്റുള്ള ആനുകൂല്യങ്ങളുമായിട്ട് മേടിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഞങ്ങൾക്കാകെ കിട്ടുന്നത് വളരെ തുച്ഛമായ പൈസയാണ് നെൽ കർഷകരെ സംബന്ധിച്ചിടത്തോളം. ബാക്കിയുള്ളതും കൂടെ ആകുമ്പോൾ കുറച്ചുകൂടെ കിട്ടുമെന്ന് വിചാരിക്കും. പക്ഷേ ഞങ്ങൾക്കിവിടെ നിലനിൽക്കണ്ടേ? ഞാൻ ചോദിക്കട്ടത്, ഒരു 10,000 രൂപ മുടക്കുന്ന ഒരുത്തിന് 10,000 രൂപയെങ്കിലും കിട്ടിയാലല്ലേ ആ കർഷകൻ നാളെ ഇവിടെ നിലനിൽക്കാൻ പറ്റൂ. അവൻ 5,000 രൂപയാ കിട്ടുന്നെങ്കിൽ പിന്നെ എങ്ങനെ നിലനിൽക്കാൻ പറ്റും? അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമല്ലേ? ഏത് വ്യവസായത്തിനായിക്കോട്ടെ, കാർഷിക മേഖലയ്ക്കായിക്കോട്ടെ, 1 രൂപ പോലും ലാഭമില്ലാത്ത ഒരു മേഖലയിൽ ആരാണ് വരിക? ജീവിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ കുറച്ച് മണ്ടന്മാര് ചെയ്യുന്ന, അല്ലെങ്കിൽ പഴയ ആൾക്കാരായിട്ടുള്ള കുറച്ച് പേരേ ഉള്ളൂ ഇതിനകത്ത് കൃഷി ചെയ്യുന്ന കാര്യത്തിൽ. അതിനകത്ത് കുറച്ച് മണ്ടന്മാരിങ്ങനെ കിടന്ന് നടക്കുന്നു. അവരും കൂടെ തീർന്നു കഴിഞ്ഞാൽ ഇതെല്ലാം വേറൊരു വിഭാഗത്തിലേക്ക് എത്തിക്കാം, അല്ലെ കോർപ്പറേറ്റോ അല്ലെങ്കിൽ ഏത് വിഭാഗത്തിനോ എത്തിക്കാം. ഇനി അതൊന്നും അല്ലെങ്കിൽ തന്നെ
ഈ നെല്ലിന്റെ അല്ലെങ്കിൽ അരിയുടെ കാര്യം പറഞ്ഞാൽ ഒരു 3 വർഷം മുമ്പ് 30 രൂപയ്ക്ക് മേടിച്ചിരുന്ന 1 കിലോ അരിക്ക് ഇന്ന് 60 രൂപ അരി കാശ് കൊടുക്കണം. ഈ 3 വർഷം കൊണ്ട് നമ്മളാരും അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഈ 3 വർഷം കൊണ്ട്. അപ്പൊ ഇത് ശ്രീ കൃഷ്ണപ്രസാദ്, കർഷകരോട് പറയുമ്പോൾ അവർക്ക് പറഞ്ഞ ഇടനിലക്കാരുടെ ചൂഷണം അത് ഇപ്പോഴും നീങ്ങിയിട്ടില്ല. കാരണം പല യോഗങ്ങൾ വിളിച്ചു കഴിഞ്ഞാലും ഇവരുടെ ഇടനിലക്കാർ, മില്ലുടമകളുടെ ഇടനിലക്കാർ, ഏജന്റുമാരൊക്കെ വരികയാണ്. അപ്പോൾ യഥാവിധി ഒന്നും രജിസ്റ്റർ ചെയ്യപ്പെടുന്നില്ല. നമുക്ക് കൃഷിമന്ത്രിയൊക്കെ ആ രീതിയിൽ ഇതിനെ അഡ്രസ്സ് ചെയ്യുന്നവർ കേൾക്കാൻ തയ്യാറായിട്ടുണ്ടോ? നമുക്കൊരു ബഡ്ജറ്റ് ഉണ്ടല്ലോ, ബഡ്ജറ്റിൽ ആ രീതിയിൽ കർഷകർക്ക് കൈത്താങ്ങായിട്ട് എന്താണ് മാറ്റിവെച്ചിട്ടുള്ളത്? എത്രത്തോളം പ്രായോഗികമായിട്ടുള്ള സമീപനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്? ഇതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതല്ലേ ശ്രീ കൃഷ്ണപ്രസാദ്? തീർച്ചയായും ഞങ്ങള് ഒരു കൃഷിക്ക് വേണ്ടി ഒരു റിവോൾവിംഗ് ഫണ്ട് വേണം എന്ന് പറയാറുണ്ട്. അങ്ങനെ ഒരു ഫണ്ടേ ഇന്ന് വരെ ചെയ്തിട്ടില്ല. ഒരു ബഡ്ജറ്റിലും കൃഷി നെൽകർഷകൻ എന്നുള്ളൊരു വാക്കുപോലും ഈ 3-4 വർഷമായിട്ട് കാണുന്നില്ല. അതൊക്കെ വളരെ വേദനാജനകമാണ്. ഞാൻ ചോദിക്കട്ടെ, ഓരോ വർഷവും കൃഷി ചെയ്ത് അതിന്റെ നഷ്ടം കൊണ്ട് കർഷകൻ ആത്മഹത്യ ചെയ്യുന്നതിന്റെ കണക്കെടുക്കാനാണ് ഇപ്പൊ കൃഷിക്കാരൻ ഇവിടെ ജീവിച്ചിരിക്കുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, സമൂഹമാണെങ്കിലും ഇതിനകത്ത് ഇടപെടേണ്ട കാര്യങ്ങളാണ്. കാരണം സമൂഹത്തിന് വേണ്ടി, സാമൂഹ്യ പ്രതിബദ്ധതയ്ക്ക് വേണ്ടി മാത്രമാണ് കൃഷിക്കാരൻ ചെയ്യുന്നത്. അവന് ഇതല്ലാതെ വെറുതെ ഇരുന്നാൽ പോലും ഇത്തരം നഷ്ടങ്ങൾ ഉണ്ടാവത്തില്ല. പക്ഷെ അവൻ സമൂഹത്തോടും മറ്റുള്ളവരോടുമുള്ള, കാരണം അന്നം ഉണ്ടാക്കുകയല്ലേ ഞങ്ങള്, അന്നം ഉണ്ടാക്കുന്ന ഒരാളോട് റെസ്പെക്ട് ഇല്ലാത്ത ഒരു നാട്ടിൽ ഒരു സർക്കാരിനാവട്ടെ സമൂഹത്തിനാവട്ടെ ഒരു പ്രതിബദ്ധത ഇല്ലെങ്കിൽ പിന്നെന്തിനാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്? മണ്ടന്മാരല്ലേ? അതായത് ശ്രീ കൃഷ്ണപ്രസാദ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട്. കാരണം എത്രയോ നമ്മളത് ഇതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടാണ് മാതൃഭൂമി ന്യൂസ് ഒരു ക്യാമ്പയിനായി ഏറ്റെടുത്തത്. ഒരുപാട് കർഷകർ, കാരണം വേനൽ കടുക്കുകയാണ്, കരിഞ്ഞുടങ്ങിയ പാടങ്ങൾ, അവിടെ ഈ ഒരുപാട് വിളകൾ നശിച്ചു പോകുന്ന സാഹചര്യമുണ്ട്. അവരൊക്കെ പറയുന്നത് അവർ മോഹത്തോടു കൂടി, അല്ലെങ്കിൽ മോഹം എന്ന് പറഞ്ഞാൽ അതിമോഹമൊന്നുമല്ല, അവർക്ക് ജീവിക്കാൻ വേണ്ടുന്ന അല്ലെങ്കിൽ ഈ നാടിന് വേണ്ടിയൊക്കെയുള്ള കൂറിൻ്റെയൊക്കെ ഭാഗമായിട്ടൊക്കെ തന്നെ കൃഷി പാഷനെ സ്വീകരിച്ച ആളുകളൊക്കെ ഉണ്ട്. അല്ലാതെ തന്നെ ഉപജീവന മാർഗമായിട്ട് സ്വീകരിക്കുന്ന ലക്ഷോപലക്ഷം വരുന്ന ആളുകൾ, അവരൊക്കെ പറയുന്നത് എന്താണ്, ഞങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളൊന്നും ആരും ചർച്ചയാക്കപ്പെടുന്നില്ല. ഈ വിഷയം ആരും ചർച്ചയായി കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പോലും ഈ അധികാരികളെ കേന്ദ്രീകരിച്ചൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ ഈ കൃഷി ഒരു പ്രയോറിറ്റി ബേസായി വരാൻ നമ്മൾ എവിടെ എന്ത് ചെയ്യണം? ഏത് നിലയിൽ ഇത് രജിസ്റ്റർ ചെയ്യണം ശ്രീ കൃഷ്ണപ്രസാദ്? പ്രജീഷേ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. നമ്മൾ ഒരു ഉൽപ്പന്നം കൊടുത്താൽ അതിന്റെ വില നമുക്ക് ലോണായിട്ട് തരുന്ന ഒരു രീതി ലോകത്ത് എവിടെയെങ്കിലും കാണുമോ? ലോകത്ത്. കാരണം ഞാനൊരു ഉൽപ്പന്നം കൊടുത്തിട്ട് എനിക്കത് ബാങ്കിൽ നിന്ന് കിട്ടുന്നത് വായ്പയാണെന്ന് തിരിച്ചറിഞ്ഞത് 2 കൊല്ലം മുമ്പാണ്. പാവം പിടിച്ച കൃഷിക്കാരൻ അതുപോലും അറിയില്ലായിരുന്നു. അതൊന്ന് ആലോചിച്ചേ. ഇപ്പോൾ തന്നെ ഈ പ്രാവശ്യത്തെ ഞങ്ങളുടെ കൊയ്ത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങളാണ്. ഈ കൊയ്ത്ത് കാലത്ത് വളരെയധികം ബുദ്ധിമുട്ടുകളാണ് പല രീതിയിൽ. കാരണം മോയ്സ്ചർ എന്നും പറഞ്ഞ് നമുക്ക് ഉണ്ടാകുന്ന ഒരു രീതികളുണ്ടായിരുന്നു. 17 പോയിന്റ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് തൂക്കത്തിന്റെ ഇളവുകൾ, അതായത് കൂടുതലായിട്ട് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അതൊന്നും നിശ്ചയിക്കാതെ വെറുതെ കിഴിവെന്നും പറഞ്ഞ് ഞങ്ങളിൽ നിന്നും അതൊക്കെ അടിച്ചു മേടിക്കുക. ഞങ്ങൾക്ക് വേനൽ മഴ പെയ്യുന്നു, അതിന്റെ മുന്നിൽ ഒരു മാസമായിട്ട് കിടന്നിട്ട് നെല്ല് കിളുക്കാൻ തുടങ്ങുന്ന ഒരു അവസ്ഥ വരുന്നു. ഈ നെല്ലെല്ലാം കൊണ്ട് സംഭരിച്ച് അവന് വണ്ടിക്കൂലിയും കാശ് ഈ പറഞ്ഞ കെട്ടുതാലി കൊണ്ട് പണയം വെച്ച് അതും ചെയ്തതിന് ശേഷം ഒരു കർഷകൻ കാത്തിരിക്കുക അവന്റെ നെല്ല് കൊണ്ടുപോകാൻ. ഇനി അത് കഴിഞ്ഞ് PRS എഴുതി കിട്ടുന്നത് 1 മാസം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ബാങ്കിൽ കൊടുത്തു കഴിഞ്ഞ് ആ പൈസ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക ഇനിയും മാസങ്ങളോളം. ഇതെല്ലാം കഴിഞ്ഞ് കർഷകന് കിട്ടുന്നത് എന്താണെന്ന് ഞാനും നിങ്ങളും ഒക്കെ ഒന്ന് ചിന്ത്യത്തിലാണ്. അതുകൊണ്ട് കർഷകൻ എന്ന് പറയുന്നവനെ ഒരു മര്യാദയും ഇല്ലാതെ, ഒരു സ്ഥാനവും ഇല്ലാതെ നമ്മുടെ സമൂഹം കാണുന്നത് വളരെ വേദനാജനകമാണ്. ഇപ്പം നിങ്ങൾ പറഞ്ഞ ഹെക്ടർ ഒന്നും ഇനി അടുത്ത വർഷങ്ങളിൽ കാണില്ല എന്നാണ് ഞാൻ വലിയൊരു ജ്യോതിഷിയൊന്നും അല്ലെങ്കിലും സാമാന്യ ബുദ്ധി കൊണ്ട് പറയുകയാണ്. ഈ നെൽകൃഷിയോ അല്ലെങ്കിൽ മറ്റു കൃഷികളോ ഇനി ഇത് മുന്നോട്ട് പോവില്ല. അതിന് പോവാതിരിക്കണമെന്നുണ്ടെങ്കിൽ, ഇതിനെ പിടിച്ചു നിർത്തണമെന്നുണ്ടെങ്കിൽ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന എല്ലാ പ്രോത്സാഹനവും എത്രയും പെട്ടെന്ന് നൽകി ഇവരെ പിടിച്ചു നിർത്തുവാനുള്ള സഹായം ചെയ്തില്ലെങ്കിൽ ഇത് മുന്നോട്ട് പോവില്ല. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ കൃഷ്ണപ്രസാദ്. തിരക്കുകൾ എന്ന് പറയുമ്പോൾ മറ്റ് തിരക്കുകളല്ല ശ്രീ കൃഷ്ണപ്രസാദിനുള്ളത്. കൃഷിയുമായി ബന്ധപ്പെട്ട തന്നെ തിരക്കായിരുന്നു. ആ തിരക്കിനിടയിൽ നിന്നാണ് ഈ പ്രതികരണം കർഷകർക്ക് വേണ്ടി നടത്തിയത്. വളരെയധികം നന്ദി കൃഷ്ണപ്രസാദ്. പറഞ്ഞതുപോലെ തന്നെ ഓർക്കണം, അന്നമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അധികാരികളെ, സർക്കാർ. കാരണം നമ്മൾ തീന്മേശയിലെത്തുമ്പോൾ സകല വിഭവങ്ങളും
എത്തുന്നു, പച്ചക്കറികൾ അടക്കം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ. അതിലൊക്കെ കർഷകന്റെ കണ്ണീരിന്റെ ഉപ്പുരസം കൂടിയാണ് നമ്മൾ രുചിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകരുത്. സോണിച്ചൻ പുളിങ്കുന്നിലേക്ക് കർഷകരാണ്. ശ്രീ സോണിച്ചൻ പുളിങ്കുന്ന്, നേരത്തെ കൃഷ്ണപ്രസാദ് പറഞ്ഞതുപോലെ തന്നെ ഇത് എല്ലാം മറന്നു. കർഷകരെയൊക്കെ അവരുടെ പ്രശ്നങ്ങൾ എന്തെന്ന് അറിയുന്നില്ല. കാരണം എല്ലാവർക്കും എല്ലാം സകല വിഭവങ്ങളും അവരുടെ തീന്മേശയിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ കാണാതെ പോകുന്നത് കർഷകന്റെ ആ കണ്ണീർ കാഴ്ചകളാണ്, ആ കഥന കഥകളാണ്. പഴങ്കഥയ്ക്ക് ഒരു മാറ്റവുമില്ല, അല്ലേ സോണിച്ചൻ? അല്ലെ, നമ്മളിത് പറഞ്ഞു തുടങ്ങുമ്പോൾ 2021-22 വർഷം ഇവിടെ ഉണ്ടായിരുന്ന കർഷകരുടെ കണക്കൊന്നെടുക്കുന്നത് നമ്മൾ നല്ലതായിരിക്കും. അന്ന് സപ്ലൈകോയുടെ രേഖകൾ പരിശോധിച്ചാൽ 3,09,845 കർഷകരുണ്ടായിരുന്നു. അവര് ഉൽപ്പാദിപ്പിച്ച നെല്ലെന്ന് പറയുന്നത് 7.48 ലക്ഷം മെട്രിക് ടൺ നെല്ലാണ് സംഭരിച്ചത്. അത് 2 വർഷങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും 2023-24 വർഷമായപ്പോഴത്തേക്കും 1,98,463 കർഷകരായി ചുരുങ്ങി. 2 വർഷത്തിനുള്ളിൽ 1,11,382 കർഷകരാണ് ഈ മേഖല വിട്ടൊഴിഞ്ഞത്. അവരുടെ ഉൽപാദനത്തിലും അതേ രീതിയിലുള്ള കുറവ് സംഭവിച്ചു. എന്ന് പറഞ്ഞാൽ 7.48 ലക്ഷം മെട്രിക് ടൺ നെല്ല് ഉൽപ്പാദിപ്പിച്ചിടത്ത് കഴിഞ്ഞ വർഷം 5.59 ലക്ഷം മെട്രിക് ടൺ ആണ് നെല്ല് ഉൽപ്പാദിപ്പിച്ചത്. അതിന്റെ കാരണം അന്വേഷിക്കാനോ അതിനു വേണ്ടിയിട്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ നടത്താനോ ബന്ധപ്പെട്ട അധികാരികൾ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഖേദകരമായിട്ടുള്ള ഒരു വസ്തുത. തന്നെയുമല്ല, ഇവിടെ ചില സ്വകാര്യ സംഭാഷണങ്ങളിൽ നമ്മളുടെ ബഹുമാന്യരായിട്ടുള്ള മന്ത്രിമാരടക്കം പറയുന്നത് കർഷകർക്ക് ഇവിടെ നഷ്ടമില്ല, നഷ്ടമുണ്ടെങ്കിൽ അവരിപ്പോഴും കൃഷിയിൽ തുടരുമോ എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. 1,12,000 ആളുകൾ ഈ മേഖല വിട്ടൊഴിഞ്ഞു. ബഹുമാനപ്പെട്ട മാഷ് മുമ്പേ ഇവിടെ പറഞ്ഞത് 1.97 ലക്ഷം ഹെക്ടർ സ്ഥലത്ത് നെൽകൃഷി ഉണ്ടെന്നാ. യഥാർത്ഥത്തിൽ അല്ല, അത്രയൊന്നുമില്ല. ഏറിയാൽ 1 ലക്ഷം ഹെക്ടറിലേക്ക് നമ്മളുടെ നെൽകൃഷി ചുരുങ്ങിയിരിക്കുകയാണ്. ഇത് വലിയ അലാമിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. വരും നാളുകളിൽ നമുക്ക് അരി തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ ഇപ്പോൾ സാഹചര്യമുണ്ടെങ്കിൽ വിത്ത് വിതച്ചത് നാമല്ലേ, വിളകാത്ത് കിടന്നത് നാമല്ലേ, പത്തരമേനി വിളഞ്ഞില്ലേ പുതു കറ്റകൾ. ഈ പാട്ടുകളൊക്കെ വിപ്ലവകരമായിട്ട് പാടിയ പാർട്ടി ഭരിക്കുന്ന സമയമാണ്. അത് വെറുമൊരു ടേമല്ല, 2ാം ടേമിൻ്റെ ഏറ്റവും അവസാനമാണ്. അപ്പോഴും ഈ കാർഷിക പ്രശ്നങ്ങൾക്ക് ഒരു തരിമ്പ് പോലും, കാരണം 8.96 ലക്ഷം ഹെക്ടർ 87 ഉണ്ടായിരുന്ന, അതായത് നമുക്ക് വിപ്ലവാത്മകമായ ചുവടുവയ്പ് കാർഷിക കേരളം എന്ന നിലയിൽ തുടങ്ങിയ ആ വർഷത്തിൽ നിന്നും ഇന്നിപ്പോൾ തിരിഞ്ഞു നിൽക്കുമ്പോൾ 1.96 ലക്ഷം ഹെക്ടർ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഇവരൊക്കെ ഈ കണക്കുകൾ കാണുന്നുണ്ടോ? വലിയ മേനി നടിക്കുന്ന കൃഷി വകുപ്പിന്റെ ചുമതലയുള്ള ആളുകൾ, അവർക്കൊക്കെ ഈ കണക്കുകൾ അവർക്കൊക്കെ ബോധ്യപ്പെടുന്നുണ്ടോ? അല്ലെങ്കിൽ കാണാനുള്ള സന്മനസ് അവർ കാണിക്കുന്നുണ്ടോ? ഇടപെടൽ നടത്തുന്നുണ്ടോ? ഇല്ല മാഷെ, ഇത് തീർച്ചയായിട്ടും വളരെ വളരെ വേദനയോടുകൂടിയാണ് ഞങ്ങൾ ഇത് പറയുന്നത്. ഞങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഞങ്ങൾക്കിനി മുന്നോട്ട് ഈ രീതിയിൽ പോവാനാവില്ല. അതിലുപരിയാണ് ഇപ്പോൾ വിശാല കുട്ടനാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രതിഭാസമുണ്ട്. നിങ്ങൾ അടുത്തു നിന്ന് കാണുമ്പം നിങ്ങൾക്ക് അതിന്റെ ആഴം മനസ്സിലാകും. മുൻ വർഷങ്ങളിലൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കർഷകൻ മറ്റൊരു കർഷകനെ കണ്ടാൽ സ്നേഹത്തോടെ ചോദിക്കുന്നത് അവന്റെ വിളവിനെ പറ്റിയായിരുന്നു, എത്ര വിളവ് കിട്ടിയെന്നാണ്. ഇപ്പോൾ നമ്മൾ ചോദിക്കുന്നത് എത്ര കിഴിവ് കൊടുത്തു എന്നാണ്. നിങ്ങൾക്ക് ഈ കിഴിവെന്ന് പറയുന്ന ഒരു ടേം കേൾക്കുമ്പോൾ ഒരു പക്ഷെ പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. ഇതിനെ ഞങ്ങളുടെ ജീവനെ പിഴിഞ്ഞെടുക്കുന്ന ഒരു പ്രോസസ്സിനാണ് ഇപ്പൊ കിഴിവെന്ന് പറയുന്നത്. 1 കിൻഡൽ നെല്ലിന്റെ PRS ഞങ്ങൾക്ക് നൽകണമെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ കൊടുക്കേണ്ടി വരുന്ന അതിനേക്കാളും കൂടുതലാണ്. ചില ഇപ്പം സാർവത്രികമായിരിക്കുകയാണ് ഈ കിഴിവ്. അതിന് ബന്ധപ്പെട്ട അധികാരികൾ അടക്കം ഒത്താശ ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ഒരു കാര്യം കൂടെ ഞാൻ പെട്ടെന്ന് പറയാം. വിശാല കുട്ടനാട്ടിലെ നെൽകൃഷിയുടെ ആരംഭത്തിൽ, ഈ കഴിഞ്ഞ പുഞ്ചകൃഷിയുടെ ആരംഭത്തിൽ ഞങ്ങൾ വലിയ ഒരു സമരം നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ആദ്യത്തെ കാര്യം ഇതായിരുന്നു, ഞങ്ങൾക്ക് വിത്ത് തരുന്നത് കിളുക്കുന്ന വിത്ത് ലഭിക്കുന്നില്ല, അല്ലെന്നുണ്ടെങ്കിൽ ഗുണമേന്മയുള്ള വിത്ത് ലഭിക്കുന്നില്ല. രണ്ടാമതുണ്ടായ ഒരു പ്രതിസന്ധി, ആ വിത്ത് വിതയ്ക്കാനായിട്ട് ഞങ്ങളുടെ നിലം ഒരുക്കിയിട്ടിട്ട് ഞങ്ങൾക്ക് വിതയ്ക്കാൻ പറ്റുന്നില്ല. വൃശ്ചിക വേലിയേറ്റത്തെ തുടർന്ന് തണ്ണീർമുക്കത്തെയും തോട്ടപ്പള്ളിയിലെയും ഷട്ടറുകൾ അടയ്ക്കാതെ വന്നതിന്റെ ഭാഗമായി ഉണ്ടായ വേലിയേറ്റം, അതുമൂലം ഞങ്ങളുടെ ബണ്ടുകൾ കവിഞ്ഞൊഴുകുന്നു. ഞങ്ങൾക്ക് വീണ്ടും നിങ്ങളെയൊക്കെ കേൾക്കണമെങ്കിൽ നിങ്ങളൊക്കെ ഈ കൃഷിയിടങ്ങളിൽ നിന്നും വിട്ടുനിന്ന് ഒരു നിമിഷം പോലും വിട്ടുനിൽക്കാൻ
കഴിയാത്തവണ്ണം അവർ കാർഷിക ഭൂമിയിൽ അങ്ങനെയാണ് അതിൻ്റെ ക്രമപ്രകാരവും അതിൻ്റെ ക്രമീകരണമൊക്കെ അങ്ങനെയുള്ള കർഷകനെ സെക്രട്ടേറിയറ്റ് പടിക്കിലേക്ക് വിളിച്ചു വരുത്തി അവരെ സമരം ചെയ്യേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിക്കരുത് എന്നൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ. കാരണം അത്രമേൽ തീരാവേദനയിൽ നിന്നാണ് കർഷകൻ വിളയിക്കുന്നത്, വിത്ത് വിളയിക്കുന്നത്, അപ്പോൾ കാർഷിക വിളകൾ വിളയിക്കുന്നത്. ഓരോ റിപ്പോർട്ടുകളും വളരെ വേദനയോടുകൂടിയാണ് നമ്മൾ കണ്ടത്. നമുക്കായി അന്നം വിളയിക്കുന്ന കർഷകന്റെ കണ്ണീരാണ് നമ്മൾ പരിശോധിക്കുന്നത്. ശ്രീ എം ജയചന്ദ്രൻ, മാധ്യമപ്രവർത്തകനും കുട്ടനാട്ടിലെ കർഷകൻ കൂടിയാണ്, നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ എം ജയചന്ദ്രൻ, കുട്ടനാട്ടിലെ കർഷകരുടെ ദുരിതം പതിറ്റാണ്ടുകളായി നമ്മൾ പറഞ്ഞു കേൾക്കുന്നതാണ്. നെൽകർഷകരെ അതിനൊരു ആവലാതി ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെയാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമ്മൾ ഓരോ മേഖലയിലെയും കാർഷിക പ്രശ്നങ്ങൾ പരിശോധിക്കുമ്പോൾ അവർക്കൊക്കെ ബാക്കി പറയാനുള്ളത് ഇത് തന്നെയാണ്. പതിറ്റാണ്ടുകൾ പറഞ്ഞ കാര്യങ്ങൾ അതിൻ്റെ വേദനയുടെ ആഴം കൂടുന്നതല്ല, അതിനൊരു കുറവുമില്ല എന്ന്. അപ്പോൾ കുട്ടനാട്ടിലൊരു അവസ്ഥ എന്താണ്? പരിഹാരം കാണാൻ കഴിയുന്ന രീതിയിലേക്ക് പല വാഗ്ദാനങ്ങൾ പല കുറി ലഭ്യമായി, പക്ഷെ അതൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെയാണ്, കടലാസിൽ തന്നെ എന്ന് കർഷകർ തന്നെ പറയുന്നുണ്ട്. യാഥാർത്ഥ്യം എത്രത്തോളമുണ്ട് ശ്രീ ജയചന്ദ്രൻ? പ്രതീക്ഷ, ഇത് നമ്മള് ഈ നെൽകൃഷിയെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്ക് ആവശ്യമുള്ള അരിയുടെ 38% മാത്രമേ കേരളം ഉത്പാദിപ്പിക്കുന്നുള്ളൂ. ബാക്കി അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന്, തമിഴ്നാട്, കർണാടക, ആന്ധ്ര സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണ് ചെയ്യുന്നത് എത്രയോ വർഷങ്ങളായി. അപ്പൊ തന്നെ ഇവിടെ നെൽകൃഷി എങ്ങനെയാണ് സാധ്യമാക്കി തീർക്കുന്നത് ലാഭകരമായി എന്നുള്ള ചർച്ചകൾ ഇപ്പോഴല്ല, എത്രയോ പതിറ്റാണ്ടു കാലം മുമ്പ് മുതൽ തുടങ്ങിയാണ്. അങ്ങനെയാണല്ലോ ഈ ഹൈ ഈൽഡിങ് വെറൈറ്റീസ് കുട്ടനാട്ടിലേക്ക് വരുന്നത്. വന്ന് ഇന്ത്യയിൽ തന്നെ ഈ നെല്ല് സംഭരണ പദ്ധതി തുടങ്ങുന്നത് 2005-ലാണ്. 2005-ന് ശേഷം ഇങ്ങോട്ട് വരുമ്പോ പിന്നെ ഈ കേന്ദ്രമാണ് പൈസ വന്നെടുക്കും എന്ന് തത്വത്തിൽ തീരുമാനിച്ചിട്ടുള്ളതെങ്കിലും അത് സ്റ്റേറ്റ് സബ്സിഡി അനുവദിച്ചിട്ടുള്ളത് കേരളം മാത്രമാണ്. പോരായ്മകളുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയില്ല, പോരായ്മകൾ ഉണ്ട്. അതിൽ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് നെല്ലെടുപ്പിലെ പോരായ്മയാണ് പ്രധാനമായിട്ടും കാണേണ്ടത്. ഈ നെൽകൃഷിയുടെ പോരായ്മയെ കുറിച്ച് അങ്ങനെ പറയാനില്ലാത്തതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? നെൽകൃഷിക്ക് പിന്നെ ഈ പാടശേഖരങ്ങൾക്ക് സബ്സിഡി കൊടുക്കുന്നുണ്ട്, സർക്കാരാണ് സബ്സിഡി കൊടുക്കുന്നത്. റവന്യൂ വകുപ്പിന് കീഴിലുള്ള പഞ്ചായത്ത് സ്പെഷ്യൽ ഓഫീസ് സപ്ലൈകോ സംവിധാനങ്ങളിലെ അവസ്ഥ എന്താണ്? നിലപാട് എന്താണ് ശ്രീ ജയചന്ദ്രൻ ഇക്കാര്യത്തിൽ? ഏതാണ് സപ്ലൈകോ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉണ്ടല്ലോ, അവരുടെ ഇടപെടൽ അല്ലെങ്കിൽ അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമല്ലേ? ഞാനതാണ് പറയുന്നത്. ഈ പിന്നെ നെൽകൃഷി വിട്ടൊഴിഞ്ഞു പോവുകയാണ്, ആൾക്കാർ ഇട്ടേച്ച് പോകുന്നു. അത്തരം വാദങ്ങളൊക്കെ വാദിക്കാൻ വേണ്ടിയുള്ള വാദങ്ങളാണ്. എനിക്ക് എത്രയോ വാദിക്കാൻ വേണ്ടിയുള്ള വാദങ്ങളല്ല സാറേ. അല്ല, ഞാൻ 87-ൽ 8.96 ലക്ഷം ഹെക്ടർ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് 1.സംതിങ് ലക്ഷം ഹെക്ടർ മാത്രമേ ഉള്ളൂ. അല്ല, അതിന് മറ്റൊരുപാട് കാരണങ്ങൾ ഞാൻ പറയുന്നത് കാരണങ്ങൾ ഒരുപാടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു വേലിയേറ്റം, ഇത്രയും വലിയൊരു വേലിയേറ്റം നമുക്ക് അമ്പരപ്പാണ് കണക്കുകൾ നോക്കുമ്പോൾ. അപ്പോൾ ഒരുപാട് പേര് കൃഷി വിട്ട് പോവുകയാണ്. അല്ല, നമുക്ക് വിഷയത്തിലേക്ക് പെട്ടെന്ന് വന്നാലേ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചുരുക്കി പറയുന്നത്. ഈ ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലായി നിരവധി യുവാക്കൾ, ചെറുപ്പക്കാർ, 50 വയസ്സിന് താഴെയുള്ള 40 വയസ്സിന് താഴെയുള്ള ഒരുപാട് ചെറുപ്പക്കാർ ഈ കൃഷിഭൂമി പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്കൊരു 10 വർഷമെങ്കിലും ആയിട്ടുള്ള ഒരുപാട് ഗ്രൂപ്പുകളെ എനിക്കറിയാം. അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ അവരുടെ പ്രധാനപ്പെട്ട പ്രതിബന്ധം, അവരുടെ മാത്രമല്ല കുട്ടനാട്ടിലെ പരമ്പരാഗത കർഷകരുടെയും പ്രധാനപ്പെട്ട പ്രതിബന്ധം എന്ന് പറയുന്നത് ഈ നെല്ലെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോ അനുഭവിക്കുന്ന ഈ പിന്നെ ഈർപ്പം, മോയിസ്ചർ എന്ന് പറഞ്ഞൊരു പുതിയ തരം അഭ്യാസമുണ്ട് ഈ നെല്ലെടുപ്പുകാരുടെ. അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. ഇപ്പോ 17 കൃഷ്ണപ്രസാദ് പറഞ്ഞ ആ ഭാഗം ശരിയാണ്. 17 പോയിന്റ് വരെയാണ് നേരത്തെ ഈർപ്പത്തിന് ഒന്നും എടുക്കാതിരുന്നത്. ഇപ്പൊ അങ്ങനെയല്ല. 17 പോയിന്റ് വരെ 3 കിലോ കിഴിവ് കൊടുക്കണം. 17 പോയിന്റ് കഴിഞ്ഞാൽ പിന്നീടുള്ള ഓരോ കിലോ ഈർപ്പത്തിന് ഓരോ കിലോ നെല്ല് കൊടുക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണക്ക്. അങ്ങനെ വരുമ്പോഴാണ് കൈനകരി പോലുള്ള പാടശേഖരങ്ങൾ 10 കിലോ വരെയാണ് കിഴിവ് ചോദിക്കുന്നത്. അത് വലിയ പ്രശ്നമാണ് അവരെ സംബന്ധിച്ച്. ഈ എടുക്കാൻ ഒരു നെല്ലെടുപ്പുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ അവർക്ക് നെല്ലിൽ പതിര് കൂടുതലുണ്ട്, ഉപ്പുവെള്ളം കാരണം. അത് കാരണം അവർക്ക് ഇതല്ലാതെ പറ്റില്ല. ഇതിന് സർക്കാർ ഒരു തീരുമാനം എടുക്കണം. ഏജന്റുമാരുടെയും ഇടനിലക്കാരുടെയൊക്കെ റോൾ എന്താണ് സാർ അവിടെ? അല്ല, ആ കാര്യത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഈ അടുത്ത ദിവസങ്ങൾ നടന്ന ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ നെല്ലെടുപ്പുകാരെ കൊണ്ട് പൊറുതുമുട്ടുന്ന കർഷകർക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാൻ സർക്കാരിന് കഴിയുന്നില്ലെങ്കിൽ എനിക്ക് വെക്കാനുള്ള നിർദ്ദേശം, ഈ ചർച്ചയിൽ പറയാനുള്ള നിർദ്ദേശം, 2005-ന് മുമ്പ് വരെ ഉണ്ടായിരുന്നത് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ആൾക്കാർ വന്ന് എടുക്കുകയായിരുന്നു. ഇപ്പൊ വെറുതെ ഓപ്പൺ മാർക്കറ്റിന് തുറന്നു കൊടുക്കണ്ട, ഒരു ബെഞ്ച് മാർക്ക് പ്രൈസ് വെക്കണം. ആ പ്രൈസ് വെച്ചിട്ട് ഒരു തറവില നിശ്ചയിച്ചിട്ട്
ഓപ്പൺ മാർക്കറ്റിലേക്ക് ആർക്ക് വേണേൽ എടുക്കാമെന്നുള്ള നിലയിലേക്ക് കൊടുത്തു നോക്കൂ. അപ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്താ നമ്മൾ കണ്ടറിയാം. സർക്കാരിനെ സംബന്ധിച്ച് പഠിക്കാൻ മമാന്തിക്കരെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. പിന്നെ മറ്റൊന്ന്, അടുത്ത ഒരു കഷ്ടിച്ചൊരു 2 ആഴ്ച മുമ്പ് ആലപ്പുഴ ജില്ലാ കളക്ടർ ഒരു യോഗം വിളിച്ചിരുന്നു. പിന്നെ മില്ലുടമകളുടെയും കർഷകരുടെയും യോഗമാണ്. അന്ന് കുട്ടനാട് എം എൽ എയോട് ഞാൻ തന്നെ പറഞ്ഞു, ഇവിടെ ഇങ്ങനെ ഒരു വലിയ പണി അവിടെ നടക്കുന്നുണ്ട്. കാരണം ഈ യോഗത്തിൽ കർഷകരുടെയും പിന്നെ മില്ലുടമകളുടെയും യോഗത്തിൽ ഈ നെല്ലെടുപ്പ് ഏജന്റുമാർ വന്നിരിക്കുന്നുണ്ട്. അത് അനുവദിക്കരുത്. എന്തിനാണ് അവർ വന്നിരിക്കുന്നത്? അവർക്ക് ഇരിക്കാനുള്ള ഒരു അധികാരവുമില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട MLA അത് ഇടപെട്ട് പിന്നെ അവരെ ഒഴിവാക്കണം എന്ന് പറയുന്നതിന്റെ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു. അദ്ദേഹം പിറ്റേ ദിവസം യോഗത്തിൽ ചെന്നപ്പോൾ ഇതേപോലെ കക്ഷികൾ ഇരിപ്പുണ്ട്. അദ്ദേഹം പറഞ്ഞു, MLA പറഞ്ഞു ഇവന്മാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനും മീറ്റിംഗ് പങ്കെടുക്കുന്നില്ല, MLA ഇറങ്ങി പോവാന്ന് പറഞ്ഞു. അപ്പോഴാണ് ജില്ലാ കളക്ടർ പറയുന്നത് അന്ന് നിങ്ങൾ ഇറങ്ങി പോകണമെന്ന് പറയുന്നത്. അത്ര സ്വാധീനമാണ് അവർക്ക് സർക്കാർ സംവിധാനങ്ങളിൽ ഇടപെടാൻ തക്കവണ്ണം. അത്തരം കാര്യങ്ങൾ എന്തായാലും അവസാനിപ്പിക്കുക തന്നെ വേണം, ഒരു സംശയമില്ലാതെ പറയാം. പിന്നെ ഇതാണ് ഈ നെല്ലെടുപ്പിലെ കിഴിവെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. പിന്നെ നെൽകൃഷി എന്ന് പറയുന്ന പ്രതീക്ഷയെ ഇത് കാലാവസ്ഥയുമായി കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കൃഷിയാണ്. അതല്ലാതെ നമുക്ക് കളം വരച്ച് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യവുമല്ല. അപ്പൊ അതിൻ്റെതായിട്ടുള്ള പിന്നെ ഈ കാലാവസ്ഥ വ്യതിയാനങ്ങളുടെ പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ തന്നെയാണ് കൃഷിക്കാർ ഇതെല്ലാം നേരിട്ടുകൊണ്ട് കൃഷി ചെയ്യുന്നത്. അവരെ കൂടുതൽ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്, കൃഷി വകുപ്പിനുണ്ട്. പ്രത്യേകിച്ചും കൃഷി വകുപ്പ് അല്ല ഇത് ചെയ്യുന്നത് കേട്ടോ, സപ്ലൈകോയാണ്, സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ആണ്. സപ്ലൈകോയുടെ കീഴിൽ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, വേറൊരു വകുപ്പാണ്. ശരി, തീർച്ചയായും അതാണ് ശ്രീ സോണിച്ചൻ. ജയചന്ദ്രൻ പറഞ്ഞല്ലോ, നമ്മൾക്ക് വളരെ ക്രിയാത്മകമായ കാര്യങ്ങളിലേക്ക് പോകണം. എത്രയോ കാലങ്ങൾ കഴിഞ്ഞു, ഇപ്പോഴും നമുക്കൊരു ഒരു പോയിന്റിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഇത് ഇനി എങ്ങനെ അഡ്രസ്സ് ചെയ്യണം? മന്ത്രിയുടെയൊക്കെ തന്നെ കൃഷിമന്ത്രിയുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള കാര്യങ്ങൾ കൂടി വളരെ ചുരുക്കി പറഞ്ഞാൽ. അല്ല, ഇദ്ദേഹം പറഞ്ഞതിൻ്റെ അകത്ത് വസ്തുതാപരമായി ചില പിഴവുകളുണ്ട്. സമയം ഇല്ലാത്തതിന്റെ പേരിൽ ഞാൻ അതിലേക്ക് വരുന്നില്ല. ചെറുപ്പക്കാർ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നു എന്ന് പറയുമ്പോഴും ഈ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ 1,12,000 ആളുകൾ ഈ മേഖല വിട്ടൊഴിഞ്ഞതിനെ പറ്റി അദ്ദേഹം മൗനം അവലംബിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത് എന്റെ കണക്കല്ല, സപ്ലൈകോയുടെ വെബ്സൈറ്റിലുള്ള കണക്കാണ്. അത് നോക്കിയാൽ മനസ്സിലാവും. അത് മനസ്സിലാക്കാതെ ഇങ്ങനെ സംസാരിച്ചിട്ട് കാര്യമില്ല. പക്ഷെ നമ്മുടെ പ്രശ്നം അതല്ല. ഞാൻ യഥാർത്ഥത്തിൽ ഇദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാണിച്ച 1-2 വിഷയങ്ങളുണ്ട്. മുൻ വർഷങ്ങളിൽ നമുക്ക് ഈർപ്പത്തിന്റെ പേരിലായിരുന്നു കിഴിവ്. ആ ഒരു പ്രശ്നം കർഷകർ അതിനെ അഡ്രസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇപ്പോഴുള്ള ഒരു പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ പതിർക്കോളിന്റെ പേരിലാണ് കിഴിവ് ആവശ്യപ്പെടുന്നത്. അനിയന്ത്രിതമായിട്ടുള്ള ഒരു കിഴിവാണ് ആവശ്യപ്പെടുന്നത്. നമുക്ക് ഞെട്ടിപ്പോകുന്ന തലത്തിലാണ്. ഇപ്പം ഈ കുട്ടനാട്ടിലെ അതായത് ഏഷ്യയിലെ തന്നെ 3ാമത്തെ വലിയൊരു പാടശേഖരമാണ് H ബ്ലോക്ക് കായൽ. അവിടെ നിന്ന് 7 കിലോ കിഴിവാണ് ആവശ്യപ്പെട്ടത്. 7 കിലോ കിഴിവെന്ന് പറഞ്ഞാൽ ഏകദേശം 350 ലോഡ് നെല്ല് സംഭരിച്ചപ്പോൾ അവിടെ 2.45 ലോഡ് നെല്ലാണ് നമ്മൾ കിഴിവായിട്ട് കൊടുക്കേണ്ടി വന്നത്. 24 ലോഡ് നെല്ലാണ് കിഴിവായിട്ട് കൊടുക്കുക. ഏകദേശം 75 ലക്ഷത്തോളം രൂപയാണ് കർഷകർക്ക് ലഭിക്കേണ്ട പണം നഷ്ടമായത്. ഇതിൻ്റെ അകത്ത് വേറൊരു വസ്തുത കൂടിയുള്ള എന്താണെന്ന് വെച്ചാൽ, സർക്കാർ നെല്ല് സംഭരണം ആരംഭിച്ച നാൾ മുതൽ നമുക്ക് തരുന്ന 12 രൂപയാണ് കൈകാര്യ ചെലവ്. അത് ഇതുവരെ വർദ്ധിപ്പിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ ഇപ്പോൾ കർഷകർ നൽകുന്നത് 260 രൂപ മുതൽ 300 രൂപ വരെയാണ്. ഇങ്ങനെ കിഴിവായി നമ്മൾ നെല്ല് നൽകേണ്ടി വരുമ്പോൾ ആ കിഴിവിനായി കൊടുക്കുന്ന നെല്ലിന്റെ കൈകാര്യം തീർച്ചയായും സമയം അധികരിച്ചുകൊണ്ടാണ് ഇടപെടുന്നത്. എന്തായാലും മുട്ടിലിടിയുന്ന കർഷകരെ താങ്ങി നിർത്താൻ സർക്കാരിന് മുന്നിൽ എന്തെങ്കിലും പദ്ധതിയുണ്ടോ? വേനൽക്കാലത്ത് വീണ്ടും നമ്മളത് കരിഞ്ഞുണങ്ങുന്ന പാടങ്ങളും കണ്ണീരിങ്ങനെ വറ്റി ഉത്കണ്ഠയോടെ നിൽക്കുന്ന കർഷകരുടെയും പ്രശ്നങ്ങളാണ് പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഇന്ന് ക്യാമ്പയിനായി എത്തിച്ചത്. എല്ലാ കേരളത്തിലെ കർഷകർക്കും വേണ്ടിയാണ്. അപ്പം നമുക്ക് അന്നം തരുന്നവരാണവർ. അവരെ കണ്ടാണ് നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്, നമ്മൾ അന്നം ഉണ്ണുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ ക്രിയാത്മകമായ ഒരു ഇടപെടൽ ഉണ്ടാകട്ടെ. വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും.